ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഇവർ 4 പേരും അവസാനം ഒരുമിച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ട് തിരിച്ച് ഐലൻഡ് വിട്ട് വരുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ ബൈസൺ ഫഡേലും കൂടെ ആയിട്ട് കാണ്ടിനെയും സ്റ്റൈലിനെയും അവരുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അവർ പോകാമെന്ന് പറയും നിൽക്കുന്ന ടൈമിന് സ്റ്റൈലിനാണെങ്കിൽ ഫഡേലിനെ വിടാൻ ആഗ്രഹമില്ല. അതേപോലെ കാണ്ടിന് ബൈസനെ വിടാനും കാരണം അയാൾ, അതായത് ഇവരുടെ പാരൻസിനെ കൊന്ന ആളെ കൊല്ലാനായിട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും പറ്റി പോകുമെന്നുള്ള പേടി ഇവർക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൈൽ ഫഡേലിൻ്റെ അടുത്ത് പോകണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം ബൈസൻ്റെ അടുത്ത് കാണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നിൻ്റെ മനസ്സ് മാറത്തില്ലേ എന്ന് വെച്ചപ്പോൾ ബൈസൺ ഇല്ല, ഇതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം സ്റ്റൈൽ ഫഡേലിനോട് എന്നെ എപ്പോഴും വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കണേന്ന് പറഞ്ഞപ്പോൾ ഫഡേൽ അറിയിക്കാം, പക്ഷേ ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മളെല്ലാവരും തമ്മിൽ കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോൾ കാണ്ടാണെങ്കിൽ എൻ്റെ മനസ്സെന്തോ നമ്മളിൽ അവർ ഒരിക്കലും കാണത്തില്ല എന്ന് പറയുന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം അതായിട്ട് സ്റ്റൈലാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പേടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ഇവർക്ക് എല്ലാവർക്കും ടെൻഷനാണ്, അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും പറ്റി പോകുമെന്ന്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഫഡേലും വയസ്സിനും കൂടെ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ പാരൻസിനെ കൊന്ന അയാളെ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അയാൾ ഒരു സ്പെസിഫിക് ഏരിയ, ആ ഏരിയയിലുള്ള മുഴുവൻ സ്ഥലവും ഒരു ബിൽഡിങ് അതുപോലൊരു സംഭവം പണിയാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മൾ അയാളെ കാണാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പുതിയ ഐഡൻറ്റിറ്റി സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫഡേൽ ബൈസന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബൈസണും എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അമ്മേനെയും കൂടെ വിളിച്ച് കാര്യങ്ങൾ പറയും, നമുക്ക് എല്ലാ പ്രശ്നവും സോൾവ് ആക്കി അയാളെയും കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സ്നേഹിക്കുന്നവരുമായിട്ട് നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാമെന്ന് പറയുന്നുണ്ട്. ഫഡേലും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും ഇവരുടെ പാരൻസിനെ കൊന്ന അയാളുടെ പേര് ആക്ച്വലി റൂററ്റ് എന്നാണ്. സോ റൂററ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാളെ ഇങ്ങനെ ഒരു സ്ഥലം വിൽക്കാനായിട്ട് വന്ന ആൾക്കാരായിട്ടാണ് ഇവരിപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ ഇയാളാണെങ്കിൽ നേരത്തെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഓണേഴ്സുമായിട്ട് അങ്ങോട്ട് ഒരു കോൺടാക്റ്റ് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അയാൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇയാളിത് വാങ്ങുന്നുണ്ട്. അതേസമയം ഇയാൾ ലോയറാണെന്ന് തോന്നുന്നു, തൊട്ടടുത്ത് ഇരിപ്പോട്ടായിരുന്നു. അയാളും ഫയലൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെയാണ് സാറെന്ന് പറഞ്ഞതിന് ശേഷം അയാളാണെങ്കിൽ ഫയലെടുത്ത് പോകുന്നുണ്ട്. റൂററ്റ് ഇവർക്കുള്ള ക്യാഷും കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ. എന്നിട്ട് റൂററ്റ് ഇവരെടുത്ത് ആക്ച്വലി ഇതിൻ്റെ ഓണറിനെ അന്വേഷിച്ച് 1 വർഷത്തോളം ഇങ്ങനെ നടക്കുന്നു, പക്ഷേ കോൺടാക്റ്റിൽ വരാൻ പറ്റിയില്ല, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്ന ടൈമിന് ഫഡേൽ അത് ആക്ച്വലി ഞങ്ങളൊരു സീക്രട്ടാണ് സാർ, എന്തായാലും സാറ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ സാറിന് ഞങ്ങളത് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടിട്ട് അയാളെടുത്ത്, അതായത് നമ്മുടെ ഫഡേലിൻ്റെയും ബൈസൻ്റെയും പാരൻസിൻ്റെ ബിസിനസ് എന്തായിരുന്നു ആ ബിസിനസ്സിൻ്റെ പേര് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സെക്കൻഡ് ഇയാളൊന്നും ഷോക്കായിട്ട് നിങ്ങൾ എന്തായി ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം ദേഷ്യം വന്നിട്ട് ബൈസൺ അയാളുടെ തല പിടിച്ച് അവളുടെ ബെഞ്ചിലേക്ക് കമത്തി വെച്ച ശേഷം സത്യം പറയടോ താൻ എന്തിനാ ഞങ്ങളുടെ പാരൻസിനെ കൊന്നേന്ന് ചോദിക്കുകയാണ്. ആ സമയം അയാൾ ആദ്യം ഒന്ന് ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് അയാൾ നിങ്ങളെ ലില്ലിയാണോ അയച്ചത്, നിങ്ങൾ ലില്ലിയുടെ മക്കളാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ സത്യം പറയടോ എന്തിനാ കൊന്നേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അയാൾ ഞാനല്ല കൊന്നേന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കാതെ ബൈസൺ കാന്ത കള്ളം പറയണം, ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് പറയുന്ന ടൈമിന് അയാൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്, ഞാനല്ല കൊന്നത്, നിങ്ങളുടെ അമ്മയായിട്ടുള്ള ലില്ലി തന്നെയാണ് നിങ്ങളുടെ ഒറിജിനൽ പാരൻസിനെ കൊന്നു കളഞ്ഞെന്ന് പറയുന്നുണ്ട്. അതേസമയം ഇത് ദേഷ്യം വന്നിട്ട് ഫഡേലും ഇയാളുടെ നേർക്ക് വന്നിട്ട് തോക്കെടുത്ത് ചൂണ്ടുന്നുണ്ട്. ആ സമയം അയാൾ ഞാൻ പറയുന്നത് കേൾക്ക്, എല്ലാം ഞാൻ പറഞ്ഞുതരാം, ലില്ലി മുമ്പ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ലില്ലിക്ക് നിങ്ങളുടെ അതേ ജോലിയായിരുന്നു, അതായത് ആൾക്കാരെ കൊല്ലാൻ പറയുമ്പോൾ അത് ചെയ്യലായിരുന്നു അവളുടെയും ജോലി. ഞാൻ ആരെയൊക്കെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ അവൾ കൊന്നിട്ടുണ്ട്. ഒരിക്കൽ അവൾ എന്നോട് വന്ന് പറഞ്ഞു അവൾ ഈ ഒരു വർക്ക് നിർത്തിയിട്ട് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ കല്യാണം കഴിച്ചിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന്. എന്നാൽ അവൾ ആരെയൊക്കെയാണോ കൊന്നത് അവരുടെ മക്കളെ തന്നെ ദത്തെടുത്ത് സ്വന്തം മക്കളായിട്ട് നോക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ അവൾ കൊന്ന ആൾക്കാരുടെ മക്കളാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ താനെന്തോടെ കള്ളം പറയുന്നത് വെച്ചിട്ട് അടിക്കാൻ പോകുന്ന ടൈമിന് ഫഡേൽ എന്തോ ഡൗട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഫഡേൽ അവനെ തടഞ്ഞിട്ട് ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ നീ ഇയാൾ പറയുന്നതൊക്കെ വിശ്വസിച്ചോ എന്ന് ചോദിക്കുന്ന ടൈമിന് റൂററ്റ് തന്നെ വീണ്ടും ഇവരെടുത്ത് നിങ്ങൾ തന്നെ ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, ഇവക്ക് ഈ ഒരു ജോലി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ദത്തെടുത്തിട്ട് എങ്ങനെയാണ് അവൾ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാനും സംഭവങ്ങൾ പഠിപ്പിച്ച് അവളുടെ അതേ ജോലി നിങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയുന്നുണ്ട്. അതേസമയം ഇവർ രണ്ടുപേർക്കും സത്യമാണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ അയാളെ വെറുതെ വിടുന്നുമില്ല, അയാൾക്കിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റൂമിൽ വന്നിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഫഡേൽ ആ സമയം അമ്മ നമ്മളോട് അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസൺ നീ ഇപ്പോഴും അവരെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണോ, നമ്മളാണെങ്കിൽ അയാളെ കൊല്ലാനായിട്ട് തോക്ക് ചൂണ്ടി നിന്ന
തോന്നുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യനും കള്ളം പറയത്തില്ല. അയാൾ പറയും സത്യം, എനിക്ക് ഉറപ്പാണ് ഈ സ്ത്രീ തന്നെയാണ് നമ്മുടെ പാരൻസിനെ കൊന്നു കളഞ്ഞത്. എൻ്റെ പാരൻസിനെ കൊന്ന ആ സ്ത്രീനെ ഞാൻ വെറുതെ വിടത്തില്ല, ഉറപ്പായിട്ടും ഞാൻ കൊല്ലും. നിനക്കെന്താ ചെയ്യാൻ തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിലും നല്ല ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ഫഡയിൽ ബൈസൻ്റെ അടുത്ത്, ബൈസൺ നീ ഇപ്പോൾ ഒന്ന് സമാധാനിക്ക്, നമ്മളെ നോക്കി വളർത്തി വലുതാക്കിയതൊക്കെ അവരാ. നമ്മളെങ്ങനെ ചിന്തിക്കും, നമ്മളെങ്ങനെ പ്രവർത്തിക്കും എല്ലാവർക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. എന്തായാലും നമ്മളെ ഇത്രയും കാലം ഉപയോഗിച്ച് നമുക്ക് കൊല്ലണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മളെ കൊണ്ട് കൊല്ലിച്ച ആ സ്ത്രീനെ നമ്മൾ ഒരിക്കലും വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണ്ടിനെയും സ്റ്റൈലിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ഇവർക്കാണെങ്കിൽ ബൈസണും ഫഡയിലോടൊരു കോൺടാക്റ്റ് ഇല്ല. കാരണം അവർ തന്നെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുകയാണ്, ഇവർ രണ്ടിനും പിടിക്കപ്പെടാതിരിക്കാനും ഇവർക്കൊന്നും സംഭവിക്കാതിരിക്കാനും. എന്നാൽ ഇവർ രണ്ടുപേരുടെ ഫുൾ ടെൻഷനിലാണ്. എന്ത് ചെയ്യും, അവരെവിടെ പോയതാണ്, നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അതേസമയം ഇവർ രണ്ടുപേരും തന്നെ പരസ്പരം പറയുന്നുണ്ട് ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യണമെന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഇവരൊരു സത്യം തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ തിരിച്ച് ഇവരുടെ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം അമ്മ, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നേക്കായിട്ട് എന്നെ ഇട്ടിട്ട് പോയെന്ന്. ആ സമയം അവർ രണ്ടുപേരും സോറി അമ്മ, അതുപോലെ ലാസ്റ്റ് മിഷൻ പെട്ടെന്ന് ഫെയിലായി പോയപ്പോൾ എന്തോ ഞങ്ങൾക്ക് കുറച്ചൊരു ടൈം ഓക്കെ ആവാനായിട്ട് വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിന്നത്. എന്തായാലും ഇപ്പോൾ റൂററ്റിനെ കൊന്നില്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ കഴിഞ്ഞ ദിവസം റൂററ്റിനെ കാണാൻ പോയി സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതിനുശേഷം അവരയാളെ വെറുതെ വിട്ടില്ല, അയാളെ കൊല്ലുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അയാൾ മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോയും അമ്മയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്ത്, അമ്മ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മിഷനും കംപ്ലീറ്റ് ആക്കിയില്ലേ, ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ലൈഫിൽ ജീവിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ അതിനെന്താ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന് പറയുന്നുണ്ട്. ആ സമയം പടലാണെങ്കിൽ അമ്മയ്ക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കണം, കാരണം അമ്മ ഞങ്ങളെ കുഞ്ഞിൻ്റെ തൊട്ടേ നോക്കി വളർത്തിയതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അതൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ കീനിനോട് ചോദിച്ചാൽ മതി, കീൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട്. കീനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അതേസമയം ഫഡയിലാണെങ്കിൽ കീനിൻ്റെ കയ്യിലേക്കൊന്ന് നോക്കുന്നുണ്ട്. അതിൽ അവൻ്റെ വാച്ച് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഫഡയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതായത് തന്നെയും സ്റ്റൈലിനെയും ആ കടയിൽ കയറി ആക്രമിച്ചത് കീനാണെന്ന്. അതൊന്നും പക്ഷെ അവൻ പുറത്ത് കാണിക്കാതെ അമ്മയാണ് അവരുടെ പാരൻസിനെ കൊന്നേന്നുള്ള ഒരു സത്യം പുറത്ത് കാണിക്കാതെ ഫഡയിലും ബൈസനും ശരി അമ്മ ഓക്കെ ബൈ എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. എന്നാൽ ഇവർ പോയ ആ സ്പോട്ടിൽ തന്നെ ഉടനെ തന്നെ കീനിൻ്റെ അടുത്ത് അവൻ്റെ അമ്മയാണെങ്കിൽ, കീൻ നീയാണ് ഫഡയിലിനെ ഉപദ്രവിക്കാൻ പോയെന്ന് അവന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫഡയിലും ബൈസനും ജീവനോടെ ഇരിക്കാൻ പാടില്ല, അവരെയും കൊല്ലാനായിട്ട് പ്രൊഫഷണലായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കുക. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ പുറത്ത് പോകുന്നു എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണം മാത്രമാണ്. അവർക്ക് പുറത്ത് പോകണമെന്നല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം അവർ മരിക്കണമെന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവൻ്റെ വീട്ടിലിരിക്കുന്നതാണ്. ബൈസൺ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, കാരണം കോൺടാക്ട് ചെയ്തിട്ട് ഒന്നും എടുക്കുന്നില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, എന്താ സംഭവം എന്നൊരു വിവരമില്ല. അതേസമയം അവൻ്റെ അനിയനാണെങ്കിൽ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇപ്പം എന്താ പ്രശ്നം, അവൻ്റെ പാരൻസ് സമ്മതിച്ചില്ലേ, അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ പറയാൻ മടിയാണോ, എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. ആ സമയം അതൊന്നുമല്ല, ഇതൊക്കെ അതൊക്കെ മേലെയാണെന്ന് പറയാണ്. ആ സമയം കാണ്ടിൻ്റെ അനിയനാണെങ്കിൽ എനിക്ക് ചെയ്യേണ്ടത് എന്താ, അവൻ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നീ അവൻ്റെ കൂടെ ഉണ്ടാകണം, അവൻ വേണ്ട വേണ്ട എന്നൊക്കെ പറയും, എന്നാൽ നീ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം. എത്ര കഷ്ടപ്പാടുള്ള കാര്യമാണെങ്കിലും കൂടെ നിന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം, എപ്പോഴും നീ അവൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. എന്താ റൊമാൻറ്റിക് അല്ലേ, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കാണ്ടാണെങ്കിൽ ബോളിങ് ചെയ്യാനായിട്ട് വരുന്നതാണ്. അപ്പോൾ അവനാണെങ്കിൽ അവിടെ വന്നിങ്ങനെ ബോളിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രണ്ട് ബോയ് ഫ്രണ്ട്സ് ആയിട്ടുള്ള പയ്യന്മാർ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. അതേസമയം അതേ സ്ഥലത്ത് വന്നിട്ട് മുൻപ് അവനും ബൈസനും കൂടെ ബോളിങ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇവന് ഓർമ്മ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ കുറച്ചൊന്ന് ഇമോഷണൽ ആവുന്നുണ്ട്, കാരണം ബൈസനെ മിസ് ചെയ്തിട്ട്. അതേസമയം ബൈസനാണെങ്കിൽ അവിടെ വച്ച് ഇവനെ ഇങ്ങനെ മറങ്ങി നിന്ന് നോക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. അങ്ങനെ ബൈസൺ ആണെന്ന് ഇവൻ മനസ്സിലായിട്ട് ബൈസനെ ഫോളോ ചെയ്ത് പോവുകയാണ്. എന്നാൽ ബൈസൺ ഉടനെ അവിടെ സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവൻ വിടുന്നില്ല, നേരെ ഇവനെ ഫോളോ ചെയ്ത് പോയിട്ട് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് ബൈസൺ നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പുറത്തേക്ക് വാ, നീ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം അതൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു, ഇവ അത് കാണുന്നില്ല. അതേസമയം വണ്ടി ഇവൻ തട്ടുമെന്നുള്ള സ്ഥിതി ആയപ്പോഴത്തേക്കും ബൈസൺ പെട്ടെന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവനെ പിടിച്ച് മാറ്റുകയാണ്. ആ സമയം കാണണേ ഒന്ന് വീഴുന്നുണ്ടായിരുന്നു, അവൻ്റെ കൈ മുറിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന ബൈസണാണെങ്കിൽ ഇവനൊരിത് കൊണ്ടിരുത്തിയിട്ട് മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ കാണാണെങ്കിൽ ബൈസൺ താനോടൊരു കോൺടാക്റ്റും ഇരിക്കാത്തതിൻ്റെ ദേഷ്യത്തിലായിരുന്നു. എന്നിട്ട് ബൈസൻ്റെ അടുത്ത് നിനക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞൂടെ, നീയാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെയാണ് എന്നെ അന്വേഷിക്കാൻ വരുന്നതെങ്കിൽ നിനക്ക് പിന്നെ എൻ്റെ റൂമിലൊരു CCTV ക്യാമറ വെച്ചിട്ട് 24/7 എന്നെ അങ്ങ് നിരീക്ഷിച്ചാൽ പോരെ. എനിക്കാണെങ്കിൽ നീയാണെങ്കിൽ സേഫായിട്ടിരിക്കണമെന്നാണ് ആഗ്രഹം, നീ എത്രയും പെട്ടെന്ന് ആ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരണമെന്നാണ്
കാണാനാണ് ആഗ്രഹം. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ എൻ്റെ ഈ ചെയ്യുന്ന ജോലി വെച്ചിട്ട് എനിക്ക് നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാൻ പറ്റുമോ എന്നെനിക്ക് ഉറപ്പ് തരാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം കണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ പാരൻസിനെ കൊന്നത് ആരാണോ അയാളെ കൊല്ലാനായിട്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല, നിനക്കാണെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ കണ്ട് എനിക്ക് പിന്നെ എന്നെ ട്രെയിൻ ചെയ്തെടുക്ക്, എന്തൊക്കെ ഒന്നറിയും, ഇനി ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല, ഞാനും ഒരിക്കലും ഒരു കള്ളനായിരുന്നു, അതുകൊണ്ട് നീ എനിക്ക് പഠിപ്പിച്ചാൽ നമുക്ക് ഈ വർക്ക് തീർത്തതിന് ശേഷം ഒന്നേന്ന് ഒരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ ചുമ്മാ പറയുന്ന വാക്കല്ല, സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് സ്റ്റൈലിനെയാണ്. സ്റ്റൈൽ ഇപ്പോൾ അവൻ്റെ ഗാരേജിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് ആരോ അവനെ നോക്കുന്നതായിട്ടും ഒരു നിഴലിങ്ങനെ സ്പീഡിന് പാഞ്ഞു പോകുന്നതായിട്ടൊക്കെ ഇവൻ കാണുന്നുണ്ട്. എന്നാൽ അത് കാര്യമാക്കുന്നില്ല. അതേസമയം പെട്ടെന്ന് അങ്ങോട്ട് ഈ ഫടയിൽ വന്നിട്ട് ഇവൻ്റെ വായി ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ ഫടയിലാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് എനിക്ക് ഷോക്കാകുന്നുണ്ട്. എന്നാൽ ഫടയിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫടയിൽ നീയായിരുന്നോ, നീയല്ലേ പറയുന്നത് കുറച്ച് നാളത്തേക്ക് നമ്മൾ തമ്മിൽ കോൺടാക്റ്റ് വേണ്ടാന്ന്, പിന്നെ എന്തൊരു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചപ്പോൾ ഫടയിൽ അത് പിന്നെ നിന്നെ മിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ കയ്യിലെ മുറിവ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ മുറിവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഞാൻ വിചാരിച്ചു നീ എന്നെ വിശ്വസിച്ചിട്ടുണ്ടെന്ന്, എനിക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എന്നിട്ടും നീയാണെങ്കിൽ ഒരു വർക്കിന് പോകുമ്പോഴത്തേക്കും നീ എന്നെ മൊത്തത്തിലങ്ങ് അവോയ്ഡ് ചെയ്യല്ലേ, അതെന്തുമാത്രം വിഷമമുള്ള കാര്യമാണ് നിനക്കറിയാവോ, നിനക്ക് എങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ, അങ്ങനെ ഇരിക്കാൻ പറ്റും തോന്നുന്നുണ്ടെങ്കിൽ ഇനി പൊക്കോ, ഇനി മേലെ തിരിച്ച് വരണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അതേസമയം ഫടയിൽ അവനെ വിടാതെ പിടിച്ച് ചേർത്തുന്നുണ്ട്. ആ സമയം സ്റ്റൈല് ഒന്നിയിൽ നീയാണെങ്കിൽ എന്നെ നിൻ്റോടെ ഇൻക്ലൂഡ് ചെയ്യും, കാരണം എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ എങ്ങനെ സമ്മതിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് സമ്മതിക്കേണ്ടി വരാണ്. അതിനുശേഷം കഴിഞ്ഞ അടുത്ത ദിവസം ഫടയിലും സ്റ്റൈലും കാണ്ടും വയസ്സും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇയാളെ കൊല്ലാൻ പോകുന്നതിനെ പറ്റി, അതായത് ലില്ലീനെ കൊല്ലാൻ പോകുന്നതിനെ പറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ പ്ലാൻ ചെയ്തതിന് മുമ്പേ തന്നെ കുറേ പ്രാവശ്യം ഫടയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പാണോ ഇതിൻ്റെ കൂടെ ജോയിൻ ആവുന്നത്, കാരണം റിസ്ക് ഉള്ള ജോലിയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം കാണ്ടിനോട് സ്റ്റാലിനോട് ഫടയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവർ ഞങ്ങൾ നിങ്ങളോട് തന്നെ കാണും, നിങ്ങളുടെ ലൈഫ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെ വിട്ടു പോകാൻ പറ്റത്തില്ല എന്നൊക്കെ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്. അങ്ങനെ 4 പേരും ലാസ്റ്റ് ഓക്കെ നമുക്ക് ഈ വർക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയാണ്ട് കൈ കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇവരെന്തോ മിഷൻ്റെ പ്ലാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അതായത് കാണ്ട് പൈസ ലില്ലീനെ ഫോളോ ചെയ്യാനാണ് പോകുന്നത്. അതുപോലെ തന്നെ ഫടയിലും പിന്നെ സ്റ്റൈലും കൂടെ ആയിട്ട് കീനിനെയും ഫോളോ ചെയ്യുകയാണ്. കാരണം കീനാണ് ഇവരെ കൊല്ലാൻ നോക്കിയത്, അതായത് ഫടയിലിനെ സ്റ്റൈലിനെയും ആ ഒരു കടയിൽ കയറി ഉപദ്രവിക്കാൻ നോക്കിയിരുന്നു. ഇപ്പോൾ ഫടയിൽ മനസ്സിലായതുകൊണ്ട് തന്നെ അവനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ കാണ്ട് ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഒരു കാറിൽ ഇരിക്കുകയാണ്. അതിൽ കയറിയ കസ്റ്റമറായിട്ട് നമ്മുടെ ബൈസണും കാറിൽ തന്നെ ഇരുന്നിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ ലില്ലിയുടെ ഓഫീസിലാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരാണെങ്കിൽ കാറിൽ നിന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അതേസമയം അതിൻ്റെ കാണ്ടിൻ്റെ അടുത്ത് ബൈസനാണെങ്കിൽ ഞാനാണെങ്കിൽ ഫടയിലിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെയും കൂടി ഈ ഒരു മിഷനിലൊന്നും ഇതിനുമേ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിൻ്റെ കൂടെ പെട്ടെന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊന്ന് വിയേർഡായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലതുപോലെ തന്നെ ബൈസൺ ഇപ്പോൾ ഈ വർക്കിൻ്റെ ഇടയിലും ഇരുന്ന് കാണ്ടോടെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കാണ്ടിന് ഈ കോസ്റ്റ്യൂം നല്ല ചേരുന്നുണ്ടെന്നും കാണാൻ ഭയങ്കര ഹോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം കാണ്ട് നീ എന്നെ വെറുതെ ഡിസ്ട്രാക്ട് ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഓക്കെ നമ്മൾ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഞാൻ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യത്തില്ല എന്ന് പറയാണ്. അത് പറഞ്ഞ് അടുത്ത സെക്കൻഡ് തന്നെ വീണ്ടും തുടങ്ങുന്നുണ്ട് ഫ്ലേർട്ട് ചെയ്യാനായിട്ട്. ആ സമയം കാണ്ട് ബൈസൺ മര്യാദ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം ഇവനെ നോക്കിയിരിക്കുന്ന ടൈമിന് ലില്ലി ആണെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി പോകുന്നതാണ്. അങ്ങനെ ലില്ലിയുടെ കാറിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം സ്റ്റൈലിനെയും ഫടയിലും കാണിക്കുമ്പോൾ ഇപ്പോൾ കീന റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെങ്കിൽ ഇവനെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സമയം നമ്മുടെ കീനാണ് ഇവരെ കൊല്ലാൻ നോക്കിയതെന്ന് നമ്മുടെ സ്റ്റൈലിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര കരുതില്ല, ഇവൻ ഏതാ ചെക്കനെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരിതും ഇല്ലാതെ നമ്മുടെ കീൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് അവനെ ഒളിഞ്ഞു നോക്കുമ്പോഴാണ് നോക്കുന്നത്. ആ സമയം പടയിലാണെങ്കിൽ പിടിച്ചു മാറ്റിയിട്ട് ഇതിനേക്കാളും അവൻ്റെ അടുത്ത് നിന്നിരുന്നിട്ട് നിനക്ക് അവനോട് സംസാരിച്ചാൽ പോരായിരുന്നു, ഇപ്പോൾ അവൻ കണ്ടുപിടിച്ച് തന്നെ നമ്മൾ അവനെ ഫോളോ ചെയ്യുന്ന കാര്യം മര്യാദയ്ക്ക് മാറിയിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ ഇവൻ ഏതാ ചെക്കൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിന് ഇവനാ നമ്മളെ കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നുണ്ട്. സ്റ്റൈലപ്പോൾ ഇവനോ എന്നുള്ള രീതിയിൽ ഉറക്കെ വിളിക്കുവാണ്. എന്നുള്ള തന്നെ ഫടയിലിൻ്റെ വാവത്തി പിടിച്ചിട്ട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം സ്റ്റൈലിൽ ഇവനാണല്ലേ എൻ്റെ കൈ വെടിവെച്ചത്, ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ അതിന് നിനക്ക് ആരെങ്കിലും കൊല്ലാനെങ്കിലും അറിയാമോ എന്നെങ്കിലും ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് സ്റ്റൈല് ശരിയാ, ഞാൻ എന്നെ പോലെയൊന്നും അല്ലല്ലോ, എനിക്കാണെങ്കിൽ അത്ര ധൈര്യമൊന്നും ഇല്ലല്ലോ, ഞാൻ പാവമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് വീണ്ടും കീൻ എന്ത് ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. ആ സമയം കീന് ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ പെട്ടെന്ന് അവിടെ നിന്ന് മാറുവാണ് കീൻ്റെ കണ്ണിൽ പെടാതെ. അതിനുശേഷം കാണ്ടിനെയും പൈസനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ലില്ലീനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ലില്ലിയാണെങ്കിൽ ഗോൾഫൊക്കെ കളിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് വേറെ കുറേ ലേഡീസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കാണി ഇതേതാ ആൾക്കാരെന്നൊക്കെ ചോദിക്കുന്ന ടൈമിന് ബൈസനാണെങ്കിൽ കണ്ടിട്ട് ഏതൊക്കെയോ പൊളിറ്റീഷ്യന്മാരുടെ വൈഫെന്നാണ് തോന്നുന്നത്. കാരണം ലില്ലിയാണെങ്കിൽ പൊളിറ്റിക്സിൽ കയറാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ഇവരുമായിട്ട് ക്ലോസ് ആയിട്ട് കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം കാണ്ടു ഇങ്ങനെ നിൽക്കുകയാണ്. അതേ ടൈമിൽ ഒരു പയ്യൻ അങ്ങോട്ട് ഈ ഗോൾഫ് കളിക്കാനായിട്ട് പോകുന്ന കണ്ടത്. അപ്പോൾ തന്നെ കാണ്ടിനൊരു പ്ലാൻ കിട്ടിയിട്ട് കാണ്ടാണെങ്കിൽ ഉടനെ തന്നെ ആ പയ്യനെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് അവൻ്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറി പോവുകയാണ്. ആ സമയം ബൈസൺ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെയുണ്ട്, എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം കളത്തിലേക്ക് ഇറങ്ങാൻ പോകാമെന്ന് പറയാണ്. അതിനുശേഷം അടുത്ത് സ്റ്റൈലിനെ ഫഡേലും കാണിക്കുമ്പോൾ കീനെ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീനാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ വന്നിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അവനാണെങ്കിൽ വേറെ ആരുള്ള റൂമിലോട്ടാണ് കയറിപ്പോയത്. അതിങ്ങനെ കണ്ടിട്ട് ഇവരാണെങ്കിൽ ഇതിലിപ്പോൾ ആരാ ഇവൻ്റെ ലവറായിട്ടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ സ്റ്റൈലും ലവറാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ലവറാണെങ്കിൽ ഇവൻ എന്തിനാ ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ വരുന്നത്? അവനാണെങ്കിൽ നേരിട്ട് മീറ്റ് ചെയ്താൽ പോരെ, നീ എൻ്റെ അടുത്ത് ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ എൻ്റെ അടുത്ത് എന്തോ ഒളിക്കുന്നതെന്നേ ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇനി ഒരു പക്ഷേ അവനാണെങ്കിൽ ലില്ലി അവൻ്റെ ഈ റിലേഷൻ അറിയാതെ മറച്ചു വെച്ചേക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ നീ കൊള്ളാമല്ലോ, നിനക്കാണെങ്കിൽ എല്ലാം കണ്ടുപിടിക്കാനൊക്കെ പറ്റുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആ സമയം സ്റ്റൈല് അപ്പം പുറത്ത് വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണോ, എന്നിട്ട് വേണോ നമ്മളാണെങ്കിൽ അവൻ്റെ ലവർ ആരാന്ന് കണ്ടുപിടിക്കാനെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡേൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ പോകാൻ പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈല് ഞാൻ ഈ വർക്കിന് കയറിയതല്ലേ, ഇത് കണ്ടുപിടിക്കാതെ ഞാൻ തിരിച്ചു പോകത്തില്ല. പക്ഷേ എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ റൂമിൽ നിന്ന് ഇറങ്ങുന്നവരെ നമ്മൾ അവൻ്റെ ലവറാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ സ്റ്റൈലിനോട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം അവിടെ നിന്ന് സീൻ കട്ടായിട്ട് വീണ്ടും കാണ്ടിനെയും ബൈസിനെയും കാണിക്കുമ്പോൾ കാണ്ടിൻ്റെ പ്ലാൻ അനുസരിച്ച് നേരത്തെ വന്ന ഒരു പയ്യൻ, ഈ പയ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ലേഡീസ്, അതായത് അവർക്ക് ഗോൾഫ് കളിക്കാനായിട്ട് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന പയ്യന്മാരാണ്. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, ആക്ച്വലി എങ്ങനെ പറയാനാ, അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന പയ്യന്മാർ, അതായത് അവരുടെ ആ ഒരു ദിവസം മൊത്തം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും വേറെ പരിപാടിയൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ചെക്കന്മാരാണ്. അപ്പോൾ അങ്ങനെ വന്നൊരു പയ്യനാണ് ഇവൻ. ആ പയ്യൻ്റെ പേര് ടോണാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനെ മനസ്സ് മാറ്റിയിട്ട് അവനെ റീപ്ലേസ് ചെയ്തപ്പോൾ കാണ്ട് ഇങ്ങോട്ടേക്ക് കയറുകയാണ്. കാരണം എന്നാലേ ലില്ലിയായിട്ട് ക്ലോസ് ആവാനൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ ലില്ലിക്ക് വേണ്ടി വന്ന പയ്യനല്ല അത് ആക്ച്വലി ലില്ലി ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്ന ഒരു ലേഡിയുണ്ട്, ഒരു പൊളിറ്റീഷ്യൻ്റെ വൈഫ്. ഇവർക്ക് പൊളിറ്റിക്സിൽ കയറാനായിട്ടാണ് ആ ഒരു ലേഡിയായിട്ട് ഇവർ ക്ലോസ് ആയത്. ആ ലേഡിക്ക് വേണ്ടിയിട്ട് ലില്ലി അറേഞ്ച് ചെയ്ത പയ്യനാണ് ടോൺ. പക്ഷേ ടോണിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവൻ കാണ്ട് വന്നേക്കുന്നത്. അങ്ങനെ ലില്ലിയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ലേഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത പയ്യനെ ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ആ പയ്യൻ വന്നിട്ടില്ല, എന്നാൽ ബാക്കിയുള്ള ലേഡീസിനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഈ പയ്യനത് എവിടെയെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ടൈമിലാണ് കാണ്ട് അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ടോണിന് പകരം വന്നതാണ്, ആക്ച്വലി അവന് തീരെ സുഖമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ലില്ലിക്കാണെങ്കിൽ ഇവൻ അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. അതായത് ഇവനാണെങ്കിൽ ഇവനെ ആ ഒരു ലേഡിക്ക് ഇഷ്ടപ്പെടുമെന്ന് ഇവർക്ക് ഡൗട്ട് വരാണ്. കാരണം ആ ഒരു ലേഡിയുടെ കൂടെയൊക്കെ നിന്നാലേ ലില്ലിയുടെ ആഗ്രഹം അനുസരിച്ച് അവർക്ക് പൊളിറ്റിക്സിൽ കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ കാണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ലേഡിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഇവർക്ക് ഇവനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെടുന്നു. ആ സമയം ലില്ലി ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. ബൈസിനും അവിടെ സൈഡിൽ നിന്ന് നോക്കിയിട്ട് നമ്മുടെ കാണ്ടിൻ്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കാണ്ട് ആ ലേഡീനെ ഇങ്ങനെ വശീകരിച്ച് വളച്ചുകൊണ്ടിരിക്കുന്നത്. അവനായിട്ടൊന്നും ചെയ്യല്ല, ആ ലേഡി അല്ലെങ്കിൽ വീണു. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ നടക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേസമയം ലില്ലി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ ഞാനാ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തെന്നൊക്കെ പറയാണ്. എന്നിട്ട് അതിനോട് തന്നെ ലില്ലി നിനക്ക് ക്യൂട്ടായിട്ടുള്ള ചെക്കന്മാരെ ഇഷ്ടമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇവനെ നിനക്ക് സെലക്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ നീ എന്നെ ഇങ്ങനെ ബ്ലഷ് ആക്കില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കാണ്ടിൻ്റെ അടുത്ത് ഈ ദിവസം മൊത്തം നീ അവളെ നോക്കിക്കോണെന്നൊക്കെ പറയുന്നുണ്ട്. കാണ്ടാണെങ്കിൽ അവൻ്റെ പേര് ഇവിടെ സ്വയം അതായത് ഒറിജിനൽ നെയിം റിവീൽ ചെയ്തിട്ടില്ല. ഇവരുടെ അടുത്ത് ഇവൻ പറഞ്ഞേക്കുന്നവൻ്റെ പേര് ടോൺ കാവോ എന്നാണ്. അങ്ങനെ അവനാണെങ്കിൽ ഓക്കെ അവനെന്താ ഞാൻ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ലേഡീനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ലില്ലിയാണെങ്കിൽ അവരുടെ പ്ലാൻ വർക്കൗട്ട് ആകുന്നുണ്ടല്ലോ ഒരു ഇതിലങ്ങ് ഇരിക്കുവാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു പാർട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. മൊത്തം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, തീരെ ടൈമില്ല, അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് പാർട്ട് പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ ഈ ഒരു പാർട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നത് ബൈ.